വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ ശാലിനി പുറത്തിരുന്ന് പഠിക്കുന്നു. അതേസമയം വിഷ്ണു അകത്തിരുന്ന് പേപ്പറിൽ എന്തൊക്കെ എഴുതുകയാണ്. കാര്യമായിട്ടുള്ള എഴുത്താണെന്നോ എന്നൊക്കെ ശാലിനി കരുതുന്നുണ്ട്. തുടർന്ന് എന്തോ എഴുതി പോക്കറ്റിലേക്ക് വെക്കുകയാണ് ആ പേപ്പർ വിഷ്ണു. അന്നേരം ഇരുന്ന് പഠിക്കുന്ന ശാലിനി ഇടയ്ക്ക് ഉറക്കം തൂങ്ങി വീഴാനൊക്കെ പോകുന്നുണ്ട്. അത് കാണുന്ന വിഷ്ണു പോയി ഹോട്ടലിൽ നിന്ന് കട്ടൻ കാപ്പി ഇട്ട് കൊണ്ടുവന്ന് ശാലിനിക്ക് കൊടുക്കുകയാണ്. കാപ്പി കൊണ്ടുവന്ന് ബെഞ്ചിൽ വെച്ച ശേഷം ചായേ ചായേ വടേ വടേ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. ആ ശബ്ദം കേട്ട് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണരുകയാണ് ശാലിനി. ആഹാ, ഉറങ്ങുകയായിരുന്നോ? ദാ കാപ്പി എന്നും പറഞ്ഞ് വിഷ്ണു കൊടുക്കുകയാണ് ശാലിനിക്ക്. എന്നിട്ട് പറയുകയാണ്, വടയെന്നൊക്കെ ഒരു ഓളത്തിന് വിളിച്ചതാണ്, വടയൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതിനുള്ള സാമഗ്രികളൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാനൊരു ശ്രമം നടത്തി നോക്കാമെന്ന് വിഷ്ണു പറയുന്നുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ ഉണ്ടായാൽ പോരെ, ഇയാൾ പറഞ്ഞു തരിക കൂടി ചെയ്യണം. അന്നേരം ശാലിനി പറയുകയാണ്, പിന്നെ ഞാൻ പാചകം പഠിപ്പിക്കാനല്ല ഇവിടെ കുത്തിയിരിക്കുന്നത്, സിവിൽ സർവീസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ചായ കുടിച്ചിട്ട് ശാലിനി പറയുകയാണ്, ചായ ഉണ്ടാക്കാനൊക്കെ അറിയാമല്ലോ. അത്യാവശ്യം അറിയാം. പിന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ ഭാര്യമാരറിയുന്നത് അപകടകരമാണ് എന്ന് ചിരിച്ചുകൊണ്ട് പറയുന്നു വിഷ്ണു. അതെന്താന്ന് ശാലിനി തിരക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, അല്ല, ഇയാളിന് ജില്ലാ കളക്ടറുടെ വണ്ടിയിലൊക്കെ വന്നിറങ്ങുമ്പോൾ എന്നോട് ചായ ഇട്ടുകൊണ്ട് വരാൻ പറയില്ലേ? അന്നേരം അത് വീണ്ടും കുടിച്ചുകൊണ്ട് ശാലിനി പറയുകയാണ്, സാധ്യതയുണ്ട്, നല്ല ഉഗ്രൻ ചായ. അതിന് താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് വീണ്ടും ഹോട്ടലിനകത്തേക്ക് പോവുകയാണ് വിഷ്ണു. അന്നേരം എന്താ പരിപാടി എന്ന് ചോദിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ്, അതൊക്കെ ഉണ്ട്, ഞാൻ ഇപ്പോൾ വരാമെന്നും പറഞ്ഞ് വീണ്ടും എന്തൊക്കെ എഴുതാൻ തുടങ്ങുകയാണ് വിഷ്ണു. അതേസമയം അകത്തേക്ക് പോയ വിഷ്ണു ഒരു ബേസിന് വെള്ളവുമായിട്ട് വന്നിട്ട് ശാലിനിയുടെ കാൽക്കൽ വയ്ക്കുന്നു. എന്നിട്ട് കാൽ അതിനേക്ക് വയ്ക്കാൻ പറയുകയാണ്. ശാലിനി മടിച്ചു നിൽക്കുമ്പോൾ ശാലിനിയുടെ രണ്ട് കാലും പൊക്കിയെടുത്ത് ബേസിനിലേക്ക് വയ്ക്കുന്നുണ്ട്. എന്നിട്ട് പറയുകയാണ്, ഇതിലിങ്ങനെ താഴ്ത്തി വെച്ചാലേ ഉറക്കം വരില്ല എന്നാണ് പറയുന്നത്. അന്നേരം കളിയാക്കി ശാലിനി ചോദിക്കുകയാണ്, പിന്നെ വെള്ളത്തിലിരിക്കുന്ന കൊക്ക് ഉറങ്ങുന്നുണ്ടല്ലോ? അതിന് മറുപടിയായി വിഷ്ണു പറയുകയാണ്, അതെ, കൊക്ക് ഒറ്റക്കാലിലാണ് നിൽക്കുന്നത്, അതുകൊണ്ടാണ് ഉറങ്ങുന്നത്. അത് കേട്ട് ശാലിനി പറയുകയാണ്, ശരി, അപ്പോൾ തർക്കിച്ച് തോൽപ്പിക്കാനാകില്ല. പിന്നെ ഈ ഉറക്കമുളച്ചിരുന്ന് പഠിച്ചൊക്കെ ഇയാൾക്ക് ശീലമുണ്ടോ? അന്നേരം വിഷ്ണു പറയാണ്, ഉറക്കമുളച്ചിരുന്ന് എൻ്റെ പട്ടി പഠിക്കും. വീണ്ടും ശാലിനി ചോദിക്കുകയാണ്, പിന്നെന്തിനാ കാല് വെള്ളത്തിൽ വെച്ച് ഉറങ്ങാതെ ഇരിക്കുന്നത്? അന്നേരം മറുപടിയായി വിഷ്ണു പറയുകയാണ്, അത് ക്രിക്കറ്റ് കളി കാണാൻ വേണ്ടി. മിക്കവാറും കളിയൊക്കെ രാത്രിയിലായിരിക്കുമല്ലോ. പിന്നെ വേറൊരു ഉഗ്രൻ പരിപാടിയുണ്ട്, ഈ പച്ച ഈർക്കിൽ. അതിങ്ങനെ രണ്ട് കൺപോളയിലും കൂടി ഇങ്ങനെ നിവർത്തി വെച്ചാലേ ഉറങ്ങാനേ കഴിയില്ല. ഈ ഉണ്ട കണ്ണിലെ അത് കുത്തിവെച്ചാൽ നല്ല രസമായിരിക്കും കാണാൻ എന്നൊക്കെ പറയുന്നു വിഷ്ണു. അന്നേരം ശാലിനി പറയുകയാണ്, ഒന്ന് പോയേ മാഷെ, എനിക്കാണെങ്കിൽ പഠിക്കണം. ഓ, നമ്മൾ ശല്യമാകുന്നില്ലേന്നും പറഞ്ഞ് അകത്തേക്ക് കയറിയിട്ട് ബെഞ്ചിലിരുന്ന ശേഷം ശാലിനി പഠിക്കുന്നത് നോക്കി അങ്ങനെ ഇരിക്കുകയാണ് വിഷ്ണു. അതേസമയം നേരം കുറേ കഴിയുന്നുണ്ട്. അങ്ങനെ ശാലിനിയെ നോക്കിയിരിക്കുന്ന വിഷ്ണു ഡെസ്കിൽ തല വെച്ച് കിടന്നങ്ങ് ഉറങ്ങുന്നു. അതേസമയം സമയം നോക്കുന്ന ശാലിനി പഠിച്ചുകൊണ്ടിരുന്ന ശാലിനി എണീറ്റ ശേഷം, ദേ വിഷ്ണു ഏട്ടാ, എണീറ്റേ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ കുലുക്കി വിളിക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുകയാണ്, പോടാ, സത്യാമ്മയുടെ പണം പിരിക്കാനായിട്ട് എൻ്റെ പട്ടി വരും, ഞാനേ സ്വന്തമായിട്ട് അധ്വാനിച്ച് പണമുണ്ടാക്കും. അങ്ങനെയൊക്കെ ഉറക്കത്തിൽ വിഷ്ണു പറയുമ്പോൾ വീണ്ടും കുലുക്കി വിളിക്കുകയാണ് ശാലിനി. അന്നേരം ഞെട്ടി കണ്ണു തുറന്ന് എണീച്ചിരിക്കുകയാണ് വിഷ്ണു. പെട്ടെന്ന് ശാലിനി പറയുകയാണ്, അതെ, നേരം 5 മണിയായി, വിഷ്ണുവേട്ടൻ പോയി കുളിച്ച് പെട്ടെന്ന് ഫ്രഷായിട്ട് വാ. പോണം എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റ വിഷ്ണു തലേ ദിവസം പേപ്പറിൽ എഴുതിയ പോക്കറ്റിൽ വെച്ച കുറേ പേപ്പർ കട്ടിങ്സ് ഒക്കെ എടുത്ത് ശാലിനിക്ക് കൊടുത്തിട്ട് പറയുകയാണ്, ദേ ഇത് വെച്ചോ, ഉപകാരപ്പെടും. അന്നേരം അത് തുറന്നും മറിച്ചുമൊക്കെ നോക്കിയിട്ട് എന്താന്ന് ചോദിക്കുന്നു ശാലിനി. അന്നേരം വിഷ്ണു പറയുകയാണ്, അതെ, കുറച്ച് തുണ്ടാണ്, ഞാനും എൻ്റെ കൂട്ടുകാരൊക്കെ ഇത് വെച്ചാണ് 5ാം ക്ലാസ്സൊക്കെ പാസ്സായത്. അന്നേരം കോപ്പി അടിക്കാനോ എന്ന് ചോദിക്കുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു പറയണം, ഏയ് അങ്ങനെയൊന്നും വിചാരിക്കണ്ട, നമ്മൾ പഠിക്കുന്ന പാഠപുസ്തകങ്ങളൊക്കെ വേറെ ആരെങ്കിലും പകർത്തി എഴുതുന്നതല്ലേ, അതുപോലെയാണ് ഇതെന്ന് കരുതിയാൽ മതി. അത് തിരികെ വിഷ്ണുവിൻ്റെ കയ്യിൽ തന്നെ വെച്ച് കൊടുക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, ഇയാൾക്കറിയാമോ ഞാൻ എന്തോരം കഷ്ടപ്പെട്ടാണ് രാത്രി ഇരുന്ന് എഴുതിയതെന്ന്? ഞാൻ 5ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് പോലും ഇത്രയും കഷ്ടപ്പെട്ട് ഇരുന്ന് എഴുതിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പിണങ്ങി വിഷ്ണു പറയുമ്പോൾ, എന്തായാലും കഷ്ടപ്പെട്ട് എഴുതിയതല്ലേ, ഞാൻ എന്താണെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അത് തിരികെ വാങ്ങി വായിക്കുകയാണ് ശാലിനി. അത് വായിച്ചങ്ങ് ചിരിക്കുകയാണ് ശാലിനി. എന്നിട്ട് പറയുകയാണ്, ഗാന്ധിജി ഷൂട്ടഡ് ഗോഡ്സെ, അതായത് ഗാന്ധിജി ഗോഡ്സെയെ വെടിവെച്ചു കൊന്നു. ഇത് ഞാൻ തുണ്ട് വെച്ചാലേ എന്നെ സിവിൽ സർവീസ് എക്സാമിൽ നിന്നല്ല, രാജ്യദ്രോഹ കുറ്റത്തിന് എന്നെ അങ്ങ് കൊണ്ടുപോകും. ആകെ ചമ്മിയ വിഷ്ണു, അയ്യോ ഞാൻ അങ്ങനെയല്ല എന്നൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ട്. വേണ്ട വച്ചോന്നും പറഞ്ഞ് ആ തുണ്ടൊക്കെ വിഷ്ണുവിൻ്റെ പോക്കറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ട് ശാലിനി പറയുകയാണ്, അല്ല, ഇയാൾക്ക് വേഗം പോയി കുളിച്ചിട്ട് ഒരു 8 മണി ആകുമ്പോഴത്തേക്ക് വരാൻ പറ്റുമോ? ഞാൻ വരാം. പിന്നെ ഈ തുണ്ടില്ലാതെ ആരും പരീക്ഷ പാസ്സായതായിട്ട് എൻ്റെ അറിവില്ലേ? ഞാൻ പറഞ്ഞത് രക്ഷയ്ക്കാണ്, വേണ്ടെങ്കിൽ വേണ്ട എന്നും പറഞ്ഞ് പോവുകയാണ് വിഷ്ണു.
വണ്ടിയിൽ കയറാൻ നേരം അതെ ഉറങ്ങിയിട്ട് വരാമെന്ന് പറയുന്നു. അല്ല, ഒരുങ്ങിയിട്ട് വരാമെന്ന് വീണ്ടും വിഷ്ണു പറയുന്നു. അന്നേരം ശാലിനി പറയാണ്, സൂക്ഷിച്ചു പോകണം, കണ്ണിൽ ഉറക്കമുള്ളതാണ്. ആ ശരി എന്നൊക്കെ പറഞ്ഞ് വണ്ടി എടുത്ത് പോവുകയാണ് വിഷ്ണു പോയ ശേഷം എൻ്റെ കൊച്ചു തെമ്മാടി എന്ന് പറഞ്ഞു ചിരിച്ച് ബുക്കൊക്കെ എടുത്ത് വീട്ടിലേക്ക് പോവുകയാണ് ശാലിനി. തുടർന്ന് കാണിക്കുന്നത് വിഷ്ണു കുളിച്ച് റെഡിയായ ശേഷം പൂജാമുറിയിൽ പൂജയൊക്കെ ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, ഇന്ന് ശാലിനിയുടെ IAS എക്സാമാണ്. രണ്ടാമത്തെ പരീക്ഷയാണ് ഇത്. ആദ്യത്തെ പരീക്ഷ ഞാൻ കാരണമാണ് തോറ്റത്. ഇന്ന് ജയിക്കാനായിട്ട് കാര്യമായിട്ട് ഒന്ന് അറിഞ്ഞ് സഹായിക്കണം. ഇനിയിപ്പോൾ അവൾ എന്തെങ്കിലും എഴുതാനായിട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി മാർക്ക് കൂട്ടിയിട്ടേക്കണേ, ഞാൻ പിന്നീട് കാര്യമായിട്ട് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് രാഘവൻ നായർക്ക് ചായയൊക്കെ കൊണ്ടു കൊടുത്തിട്ട് പ്രീതി അവിടെ ഇരുന്ന് മൊബൈലിലേക്ക് നോക്കിയിരിക്കുന്നു. അന്നേരം ആരതി തട്ടവുമായി മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന വിഷ്ണുവിനെ കണ്ട് പ്രീതി പറയുകയാണ്, അച്ഛാ ദേ നോക്കിക്കേ. അന്നേരം വിഷ്ണുവിനെ കണ്ട് നീയോ എന്ന് ചോദിക്കുന്നു വിഷ്ണുവിനോട്. അച്ഛാ ദേ ആരതി ഒഴിഞ്ഞേന്ന് പറയുമ്പോൾ അത് ഒഴിയുകയാണ് അച്ഛൻ. എന്നിട്ട് എടുക്കടിയെന്നും പറഞ്ഞ് അത് പ്രീതിക്ക് നേരെയും നീട്ടുന്നു. തുടർന്ന് പ്രീതിയും തൊട്ട് തൊഴുകയാണ്. അതേസമയം ഇതൊക്കെ കണ്ട് മുകളിൽ നിൽക്കുകയാണ് സുസ്മിത. തുടർന്ന് രാഘവൻ നായർ ചോദിക്കുകയാണ്, എന്താ മോനെ ഇന്ന് വിശേഷം? ശാലിനി ഇന്ന് IAS എക്സാം എഴുതാനായിട്ട് പോവുകയാണ്. അത് പാസ്സാകാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്ന് ചിരിച്ച് വിഷ്ണു പറയുമ്പോൾ അത് സന്തോഷമുള്ള കാര്യമാണല്ലോ എന്ന് പറഞ്ഞ് പ്രീതിയെ നോക്കിയും സന്തോഷിക്കുകയാണ് രാഘവൻ നായർ. മെയിൻ എക്സാം പാസ്സാകാത്തതിനാൽ അവളെ പരിഹസിച്ചവരെയൊക്കെ കാണിച്ചു കൊടുക്കണം, അത് തന്നെയാണ് എന്ന് രാഘവൻ നായർ പറയുമ്പോൾ അതുതന്നെയാണ് എൻ്റെയും ലക്ഷ്യമെന്ന് വിഷ്ണുവും പറയുന്നു. അതേസമയം അവിടേക്ക് വരുന്ന ഭാമ തട്ടവും പിടിച്ചു നിൽക്കുന്ന വിഷ്ണുവിനെ കണ്ട് ചോദിക്കുകയാണ്, അല്ല നീ ആയിരുന്നോ ഇന്ന് പൂജാമുറിയിൽ, എന്താ വിശേഷം? അന്നേരം വിഷ്ണു പറയുകയാണ്, അത് അമ്മേ, ഇന്ന് എൻ്റെ ജീവിതത്തിൽ സുപ്രധാനമായ ഒരു പരീക്ഷയുണ്ട്. അന്നേരം മുകളിൽ നിന്നും സുസ്മിത മനസ്സിൽ കരുതുകയാണ്, അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക്, അവൾക്കിന്ന് പരീക്ഷയാണെന്ന്. തുടർന്ന് എന്ത് പരീക്ഷയെന്ന് ഭാമ ചോദിക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, അത് റിസൾട്ട് അറിഞ്ഞിട്ട് പറയാം. അത് ശരിവെച്ച് രാഘവൻ നായരും പറയുകയാണ്, അതെ അതെ, നേരത്തെ പറഞ്ഞാലായിട്ട് ആ പ്രാർത്ഥന ചിലപ്പോൾ ഫലിച്ചില്ലെങ്കിലോ? അതിന് മറുപടി എന്നോണം സുസ്മിത കരുതുന്നുണ്ട്, എൻ്റെ പ്രാർത്ഥന ഫലിച്ചാലേ ഇയാളുടെ ജീവൻ ഇപ്പോൾ ഫ്യൂസ് അടിച്ചു പോകും. അങ്ങനെയെങ്കിൽ അങ്ങനെയെന്ന് പറഞ്ഞിട്ട് ആരതി തൊഴുത ശേഷം നന്നായി വരുമെന്ന് പറയുന്നുണ്ട് ഭാമ. അമ്മയുടെ അനുഗ്രഹം കൂടി എനിക്ക് വേണമെന്ന് പറയുമ്പോൾ വിഷ്ണുവിൻ്റെ കവിളിൽ തലോടിയിട്ട് ഭാമ പറയുകയാണ്, ഈ കടമ്പ നീ വിജയകരമായി താണ്ടും. അത് കേട്ട് സന്തോഷിക്കുകയാണ് വിഷ്ണുവും രാഘവൻ നായരും പ്രീതിയുമൊക്കെ. അന്നേരം സുസ്മിത കരുതുകയാണ്, അനുഗ്രഹിച്ചയച്ചാൽ അവളങ്ങ് എക്സാം പാസ്സാകുമെന്നാണ് വിചാരം. എക്സാം എഴുതാനായിട്ട് അവൾ എത്തിയെങ്കിലല്ലേ. തുടർന്ന് കാണിക്കുന്നത് കുടുംബശ്രീ വീട്ടിൽ പൂജാമുറിയും ശാരദാമ്മയും പൂജയൊക്കെ ചെയ്ത് പ്രസാദം കൊടുക്കുകയാണ് ശ്യാമയ്ക്കും ശാലിനിക്കും. തുടർന്ന് ജയിച്ച് വാ മോളെന്ന് ശാലിനിയുടെ കവിൾ തട്ടി പറയുകയാണ് ശാരദാമ്മ. എന്നിട്ട് പറയുകയാണ്, ഇത്രയും വലിയ പരീക്ഷയൊക്കെ എഴുതാൻ പോകുമ്പോൾ അമ്പലത്തിൽ കൂടി ഒന്ന് പോകേണ്ടതായിരുന്നോ? സാരമില്ല, കഴിഞ്ഞിട്ട് വരുമ്പോഴായാലും ഒന്ന് കയറി തൊഴുതാൽ മതിയെന്നും ശാരദാമ്മ പറയുന്നു. ശാരദാമ്മ അമ്പലത്തിൻ്റെ കാര്യം പറയുമ്പോഴാണ് ശാലിനി അന്ന് തന്നോട് വൈകുന്നേരം കാളിക്ഷേത്രത്തിലേക്ക് വരാൻ പറഞ്ഞത് ഓർക്കുന്നത്. തുടർന്ന് ശാലിനി ശാരദാമ്മയോട് ചോദിക്കുകയാണ്, അമ്മ ഈ സീതാമൂടിലെ കാളിക്ഷേത്രത്തെ പറ്റി കേട്ടിട്ടുണ്ടോ? അത് കേട്ട് ഞെട്ടി അമ്പലമൊക്കെ ഓർത്തിട്ട് നിന്നോടാരാ ഇപ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതെന്ന് ശാരദാമ്മ ചോദിക്കുമ്പോൾ ശാലിനി പറയുകയാണ്, അതൊക്കെ ആരെങ്കിലും ആകട്ടെ, അമ്മ ആ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഒന്ന് പറഞ്ഞേ. തുടർന്ന് അമ്പലത്തിൻ്റെ പ്രത്യേകത പറയുകയാണ് ശാരദാമ്മ. തുറസായ ത്തുള്ള പ്രതിഷ്ഠയും വനത്തിൻ്റെ നടുവിലാണ് ആ അമ്പലവും, ഉഗ്രകോപിയാണ് ദേവി എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. രാജാക്കന്മാരുടെ കാലത്ത് തിളച്ച എണ്ണയിൽ കൈമുക്കി സത്യം തെളിയിക്കുന്നത് പോലെ ഈ ക്ഷേത്രത്തിലും ഒരാചാരം ഉണ്ടായിരുന്നു. ക്ഷേത്ര കവാടത്തിനടുത്ത് നിന്നും ശ്രീകോവിൽ വരെ മുട്ടിൽ ഇഴഞ്ഞ് നീന്തി എത്തണം. അങ്ങനെ ആളെത്തിയാൽ ആൾ പറയുന്നത് സത്യമാണെന്ന് വിശ്വസിക്കും. എത്താൻ സാധിച്ചില്ലെങ്കിൽ അത് കള്ളമാണെന്നും വിശ്വസിക്കും. കള്ളം പറഞ്ഞോ കള്ളം നടിച്ചോ എന്നും ആ മൂർത്തിയുടെ മുമ്പിൽ നിൽക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. മുട്ടിൽ നീന്തുന്നയിടയ്ക്ക് കുഴഞ്ഞു വീണും രക്തം ഛർദ്ദിച്ചുമൊക്കെ മരിച്ചവരുടെ എണ്ണം ധാരാളമാണ് എന്നൊക്കെ ശാരദാമ്മ പറയുന്നുണ്ട്. അതൊക്കെ കേട്ട് ശാലിനി എന്തൊക്കെയോ ഓർക്കുകയാണ്. തുടർന്ന് ശാരദാമ്മ പറയുകയാണ്, അങ്ങനെയുള്ള പരാതികളൊക്കെ ആയപ്പോൾ ആ ആചാരങ്ങൾ സർക്കാർ തന്നെ നിർത്തിവച്ചിരിക്കുകയാണ്. ഇപ്പോൾ ആ അമ്പലവും പരിസരവും ഒക്കെ കാട് കയറി കിടക്കുകയാണ്. എങ്കിലും ജോലിയില്ലാതായ പൂജാരി നിത്യപൂജയൊക്കെ നടത്തുന്നുണ്ട്. പൂജ മുടങ്ങിയാൽ നാട് നശിക്കുമെന്നാണ് അവരുടെയൊക്കെ വിശ്വാസം. ആവശ്യക്കാർക്ക് രഹസ്യമായിട്ട് അയാൾ സത്യപരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊടുക്കുന്നുണ്ട്. പിന്നെ മോളെന്താ ഇപ്പോൾ ആ ക്ഷേത്രത്തെക്കുറിച്ച് ചോദിക്കാൻ കാരണം? അന്നേരം ശാലിനി ചിന്തിക്കുകയാണ്, സത്യാമ്മയുടെ കാര്യം പറഞ്ഞാൽ അമ്മ എന്തായാലും അവിടേക്ക് പോകാൻ സമ്മതിക്കില്ല. എന്നിട്ട് പറയുകയാണ്, എൻ്റെ കൂട്ടുകാരിയില്ലേ നന്ദ, അവളുടെ വീട്ടിലെന്തോ പ്രശ്നം. അപ്പോൾ പ്രശ്ന പരിഹാരത്തിനായിട്ട് ആരോ പറഞ്ഞു കൊടുത്തതാണിത്. തീക്കൊള്ളി കൊണ്ട് കളിക്കുന്നത് പോലെയാണ് ആ അമ്പലവുമായിട്ടുള്ള കാര്യം. നീ അങ്ങോട്ടൊന്നും പോകല്ലേ മോളെ എന്ന് ശാലിനിയുടെ താടിക്ക് പിടിച്ച് പറയുകയാണ് ശാരദാമ്മ. ഇല്ലെന്ന് ശാലിനിയും ഉറപ്പു നൽകുന്നു.
അന്നേരം ശ്യാമ പറയുകയാണ്, സമയമാകാറായല്ലോ ചേച്ചി, വിഷ്ണുവേട്ടനെ ഇതുവരെ കണ്ടില്ലല്ലോ. അന്നേരം ശാലിനി പറയുകയാണ്, എങ്കിൽ നീ പോയെന്ന് വിളിച്ചു നോക്ക്. തുടർന്ന് ശാലിനിയും നന്നായിട്ട് തൊഴുതു പ്രാർത്ഥിക്കുന്നു. അന്നേരം ശ്യാമ ഫോൺ ചെയ്യുകയാണ് വിഷ്ണുവിനെ. അന്നേരം ശാലിനി അവിടേക്ക് വരികയാണ്. ബെല്ലടിക്കുന്നുണ്ട്, എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഇങ്ങിതാന്നും പറഞ്ഞ് ഫോൺ വാങ്ങുകയാണ് ശാലിനി. അന്നേരം വിഷ്ണു ഫോൺ എടുത്ത് പറ ശ്യാമയെന്ന് പറയുന്നു. അന്നേരം ശാലിനി പറയുകയാണ്, ശ്യാമയല്ല ശാലിനിയാണ്. ആരായാലും പറയേ. അന്നേരം ശാലിനി ചോദിക്കുകയാണ്, പറയാനോ? അപ്പോൾ ഞാൻ പുലർച്ചെ പറഞ്ഞതൊക്കെ മറന്നോ? അന്നേരം പരിഹസിച്ച് കളിയാക്കി എന്നോണം വിഷ്ണു പറയുകയാണ്, പുലർച്ചെ എന്തു പറഞ്ഞു? അന്നേരവും വിഷ്ണു പുറപ്പെടാനായി വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ്. എടോ, എക്സാമിന് തന്നെ കൊണ്ടുപോകുന്ന കാര്യം ഇന്നലെ പറഞ്ഞ് ശരി തന്നെയാണ്. അതിപ്പോൾ നമ്മൾ തിരിക്കുമല്ലോ. അന്നേരം വിഷ്ണു സംസാരിക്കുന്നതും ബുള്ളറ്റിലേക്ക് കയറാൻ ശ്രമിക്കുന്നതുമൊക്കെ മുകളിലത്തെ ബാൽക്കണിയിൽ നിന്നും സുസ്മിത കാണുന്നുണ്ട്. എന്നിട്ട് ഇയാളിപ്പോൾ എവിടെയാണെന്ന് ചോദിക്കുന്നു. അന്നേരം വണ്ടിയിലേക്ക് കയറിയ ശേഷം വിഷ്ണു പറയാണ്, ഞാൻ ദേ വണ്ടിയിലേക്ക് കയറാൻ പോകുന്നേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് വേവലാതിപ്പെടുകയാണ് ശാലിനി. ഇല്ലടോ, ഞാൻ കയറി, ഞാനിപ്പോൾ അങ്ങ് എത്തുമല്ലോ. അന്നേരം ശാലിനി പറയുകയാണ്, ആദ്യത്തെ പരീക്ഷയെ ഇയാൾ കുളമാക്കി, ഇതും അങ്ങനെ ആകുമോ? എടോ, ഇയാൾ പേടിക്കണ്ടടോ, ഹാളിലേക്ക് ആൾക്കാരെ കയറ്റി വിടുന്നതിന് ഒരു 5 മിനിറ്റ് മുമ്പ് നമുക്കവിടെ എത്തിയാൽ പോരെ? അതിന് ഇയാൾ വണ്ടി ഓടിച്ച് ഇവിടെ എത്തണ്ടേ? അന്നേരം വിഷ്ണു പറയുകയാണ്, ഞാൻ വരുന്നതേ റോക്കറ്റിലാണ്, മിന്നൽ വേഗത്തിൽ ഞാനിപ്പോൾ അവിടെ എത്തും. അത് കേട്ട് മുകളിൽ നിന്നും സുസ്മിത കരുതുകയാണ്, ശാലിനി, നീ വിഷ്ണുവേട്ടൻ്റെ റോക്കറ്റിൽ പോയി പരീക്ഷ എഴുതുന്നത് എനിക്കൊന്ന് കാണണം. തുടർന്ന് വണ്ടിയെടുത്ത് പോവുകയാണ് വിഷ്ണു. ഇത്രയും ആകുമ്പോഴേക്കും നാളത്തെ പുതിയ എപ്പിസോഡ് അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്